ഡൽഹി സ്ഫോടന കേസിൽ അന്വേഷണം ഊർജിതമാക്കിയ NIA ഭീകരപ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന അതിമാരക സ്ഫോടക വസ്തുക്കൾ അബദ്ധത്തിൽ പൊട്ടിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മിലിറ്ററി ഗ്രേഡ് സ്ഫോടക വസ്തുക്കൾ ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നോ എന്നും അന്വേഷണം നടക്കുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? ഇവരുടെ പക്കൽ ഈ മിലിറ്ററി ഗ്രേഡ് സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള അന്വേഷണമല്ലേ? തീർച്ചയായും അശ്വതി, ഇപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് മിലിറ്ററി ഗ്രേഡ്, അതായത് നമ്മുടെ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള എക്സ്പ്ലോസീവ്സ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ NSG-യുടെ സ്പെഷ്യൽ വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകൾ പരിശോധിക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് ലഭിച്ച ആ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ചില സൂചനകൾ ലഭ്യമാകുന്നത്. അതായത് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ചില സ്ഫോടക വസ്തുക്കൾ ഈ ഉമർ നബി ഓടിച്ചിരുന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നു. അത് പൊട്ടിത്തെറിച്ച് അതിൻ്റെ സാമ്പിളുകൾ NSG ടീമിന് ലഭിച്ചു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും 40ഓളം സാമ്പിളുകളാണ് ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിൽ 2 സാമ്പിളുകൾ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകളാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 വെടിയുണ്ടകൾ കൂടി ആ പരിസരത്ത് നിന്ന് കിട്ടിയിരിക്കുന്നു. ഈ കാർ പൊട്ടിത്തെറിച്ച സമയത്ത് അത് അവിടെ തെറിച്ചു വീണതായിരിക്കാമെന്നുള്ളതാണ് നിഗമനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് അത് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. അത് കുറച്ച് സമയമെടുക്കും. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ എന്താണ് ഈ ലഭിച്ച സാമ്പിളുകൾ കൃത്യമായി എന്താണ്, ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴേ നമുക്ക് ആധികാരികമായി പറയാൻ കഴിയുള്ളൂ. എന്തായാലും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഒരു ആക്രമണം ഉമർ നബി അത് പദ്ധതി ഇട്ട് നടപ്പാക്കിയതല്ല. ഈ സ്ഫോടക വസ്തുക്കളുമായി ഇത് മറ്റെവിടെയോ നടത്താനായിട്ട് മറ്റേതൊരു ദിവസം മറ്റേതൊരു സമയം നടത്താനിരുന്ന ഒരു സ്ഫോടനമായിരുന്നു, ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ അത് ഒപ്പമുണ്ടായിരുന്നവരെ പിടികൂടിയ സമയത്ത് അതിൻ്റെ പാനിക്കിൽ അതുകൊണ്ട് മൂവ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. മാത്രമല്ല അതിനൊരു തെളിവായിട്ട്, അതിനൊരു സൂചനയായിട്ട് പോലീസ് പറയുന്നത് ഇത്തരത്തിലൊരു ചാവേർ ആക്രമണമാണ് ഇയാൾ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അത് ഏതെങ്കിലും സ്ഥലത്തോ കടയിലോ ബിൽഡിങ്ങിലോ ആൾക്കൂട്ടത്തിലോ ഇടിച്ച് കയറ്റി പൊട്ടിക്കുന്നതായിരുന്നു അതിൻ്റെ രീതി. പക്ഷേ ഇത് ട്രാഫിക് സിഗ്നലിൽ പതുക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അത് അബദ്ധത്തിൽ സംഭവിച്ചതാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ ഭീകരപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ്. ഇവരുടെ പക്കൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. 2900 കിലോ അമോണിയം നൈട്രേറ്റ് അടക്കം സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള പ്രധാന ഒരു സാധനമാണ് ഈ അമോണിയം നൈട്രേറ്റ്. അപ്പോൾ അതടക്കമുള്ള സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിവരം അൽഫല യൂണിവേഴ്സിറ്റിയിൽ, അതായത് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഈ ഡോക്ടർ ഉമർ നബി അടക്കം മുസമ്മൽ, അതുപോലെ ഡോക്ടർ ഷഹീൻ, ഡോക്ടർ അദീൽ തുടങ്ങിയ ആളുകൾ ഉണ്ടായിരുന്ന അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അതിശക്തമായ രീതിയിലുള്ള പരിശോധനകൾ തുടരുകയാണ്. അവിടെ 70ഓളം പേരെ ചോദ്യം ചെയ്തിരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന, അതായത് ഈ ഫരീദാബാദിലെ തൊട്ടടുത്തുള്ള പള്ളിയിലുള്ള മുഹമ്മദ് ഇഷ്താഖ് എന്ന് പറയുന്ന ഒരാളെ കൂടി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇയാൾക്ക് ഭീകരപ്രവർത്തകരുമായി ബന്ധമുണ്ട്, ഭീകരവാദവുമായി ബന്ധമുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇയാൾ നൗഗാം സ്വദേശിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, സൂചന പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ 19 ശ്രീനഗറിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത്തരം ഭീകരവാദ പ്രവർത്തനവുമായി രാജ്യവിരുദ്ധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ പോസ്റ്ററുകളും അത് ഒട്ടിച്ചവർക്ക് പിന്നിൽ ഇവരുമായി, അതായത് ഇന്നലെ ചെങ്കോട്ടയിൽ നടന്ന ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നവരും ആ പോസ്റ്റർ ഒട്ടിച്ചവരും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇത് കൃത്യമായി ഇതിൻ്റെ ഈ ഒരു പദ്ധതിയുടെ പിന്നിൽ ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്ക്, ഹരിയാനയിൽ നിന്ന് അത് ജമ്മു കാശ്മീരിലേക്കും, കാശ്മീരിൽ നിന്ന് അതിന് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായി ഒരു സൂചന നമുക്ക് ഉള്ളത്, ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വനിത, അവർ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഉൽ മുമിനാത്ത് എന്ന് പറയുന്ന സംഘടനയുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവർ ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരാളാണെന്നും അതുപോലെ ഇത്തരത്തിൽ രാജ്യത്തിനകത്ത് ഭീകര
പ്രവർത്തനങ്ങൾ നടത്താനായി അതിന് ഫണ്ട് റേസ് ചെയ്യുന്ന ഒരാളാണെന്നുള്ള കൂടി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ 35 മുതൽ 40 ലക്ഷം രൂപ വരെ അവർ ഇതുവരെ ഫണ്ട് റേസ് ചെയ്തു എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കേണ്ടത്, ഈ റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനമായി അടിവരയിടേണ്ടത് നമ്മുടെ അന്വേഷണ സംഘമാണ്, NIA ആണ്, നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. ആ വിവരം അവർ ഇതുവരെ ഈ കാര്യങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം, ഇതിനു മുമ്പ് CNG പൊട്ടിത്തെറിച്ചെന്നുള്ള വാർത്തകൾ വരുമ്പോഴും നമുക്ക് കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു ഇതൊരു ഭീകര സ്ഫോടനം തന്നെയായിരുന്നുവെന്ന്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ ശരിവച്ചേക്കാം. അശ്വതി. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.